കയ്യിൽ എണ്ണ വീണമ്മേ, പൊള്ളി കേറി. എന്തൊരു വേദനയാ നോക്കട്ടെ. എന്താ നല്ല വേദന. എന്താ എന്താ ഒരു ബഹളം കേട്ടെ? നീ എന്തിനാ കരഞ്ഞത്? നിന്റെ കൈക്കെന്താ പറ്റിയേ? ചേട്ടാ കൈ ഒന്ന് പൊള്ളി. സൂക്ഷിക്കണ്ടേ മോളെ? എവിടെ കൈയൊന്ന് കാണട്ടെ. നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലോ. ചെന്ന് മരുന്നിട്ട് കൊടുക്ക. ഒരു ശ്രദ്ധയുമില്ല ഒരു കാര്യത്തിലും നിനക്ക്. കുറച്ചു നേരെങ്കിലും വെറുതെ ഇരുന്നൂടെ? മാധവേട്ട, എനിക്കെന്തോ പേടി തോന്നുക. ആ സ്വാമിജി പറഞ്ഞതൊക്കെ സത്യമാവുക. പെട്ടെന്ന് വിവാഹത്തിന് ശേഷമുള്ള ആചാരങ്ങളൊക്കെ പൂർത്തീകരിച്ചില്ലെങ്കിലേ തീ കൊണ്ടുള്ള ദുർമരണങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞത്. അതിന്റെ ഒരു സൂചനയായിരിക്കും ഇത്. അന്ധവിശ്വാസത്തിന്റെ പഴങ്കെട്ട് അഴിച്ചു തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രകാശ, സ്വാമിജിയുടെ പ്രവചനെ തെറ്റാറില്ല. മാധവേട്ട, ഇനി വൈകിക്കണ്ട. വന്ദനയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം പെട്ടെന്ന് നടത്തണം. കൊള്ളാം. കല്യാണം അവര് പറഞ്ഞില്ല, ഇനി ചടങ്ങുകൾ നടത്താത്തതിന്റെ കുറവേ ഉള്ളൂ. പ്രകാശ, ചന്ദ്രിക പറയുന്നതിലും കാര്യമുണ്ട്. വിവാഹം കഴിഞ്ഞുള്ള ചടങ്ങുകൾ നടത്തണം. സുത്രേ, നീ വാ. ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും.